തിരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം അവശേഷിക്കെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അകത്തു നിന്ന് തന്നെ ഉയർന്ന സമ്മർദ്ദത്തെ തുടർന്നാണ് ബൈഡന്റെ പിന്മാറ്റ പ്രഖ്യാപനം നടന്നത്. പകരം മത്സര രംഗത്തേക്ക് എത്തുന്നതാകട്ടെ നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമല ഹാരിസും. ജോ ബൈഡൻ തന്നെയാണ് തന്റെ പിന്മാറ്റ പ്രഖ്യാപനത്തിനൊപ്പം കമല ഹാരിസിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഓഗസ്റ്റ് 19 ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് ദേശീയ കൺവെൻഷനിലാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക പോലീസായ അമേരിക്കയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീയുടെ പേര് ഉയർത്തപ്പെടുമ്പോൾ, അതും ഒരു കറുത്ത വർഗക്കാരിയായ സ്ത്രീയുടെ പേര് ഉയർത്തപ്പെടുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ചരിത്രനീതി വളരെ ആഴമേറിയതാണ്. 2020 അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ നിരവധി ചരിത്രങ്ങൾ മാറ്റിയെഴുതിയ നേതാവാണ് കമല. 49ാമത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന 2ാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിതയായിരുന്നു ഇവർ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയും കറുത്ത വർഗക്കാരിയും കൂടിയായിരുന്നു കമല ഹാരിസ്. ജോർജ് ഫ്ലോയിഡിനെ പോലുള്ളവർ ഇപ്പോഴും വെളുത്ത വർഗക്കാരുടെ കാലിനടിയിൽ ഞെരിഞ്ഞമരേണ്ടി വരുന്ന കാലത്ത് കമല പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി രചിക്കുന്ന പുതിയൊരു ചരിത്രമായി അത് മാറുമെന്നതിൽ സംശയമില്ല. ഒരു സ്ത്രീ എന്ന നിലയിലാണെങ്കിലും കറുത്ത വർഗക്കാരി എന്ന നിലയിലാണെങ്കിലും കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രമാണ് അമേരിക്ക കറുത്ത വർഗക്കാരിൽ നിന്നും ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ബറാക് ഒബാമയായിരുന്നു. 2009 മുതൽ 2017 വരെയാണ് ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത്. അമേരിക്കയുടെ പ്രഥമ പൗരസ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാരൻ. അപ്പോഴും ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ പ്രഥമ പദവിയിലേക്ക് എത്തിക്കാൻ അമേരിക്കൻ ജനത തയ്യാറായിട്ടില്ല. 2016 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായെത്തിയ ഹിലറി ക്ലിന്റൺ ആയിരുന്നു ഈ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു പ്രധാന രാഷ്ട്രീയ കക്ഷിയുടെ സ്ത്രീ സ്ഥാനാർത്ഥിത്വം. കമല ഹാരിസിന് അമേരിക്കയുടെ പ്രഥമ സ്ഥാനത്തെത്താൻ കഴിയുകയാണെങ്കിൽ അമേരിക്ക പോലൊരു വികസിത രാഷ്ട്രത്തിൽ പോലും വേരൂന്നിയിരിക്കുന്ന ലിംഗവ്യത്യാസങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന വംശീയ ചിന്തകളെയും പിഴുതെറിയാനുള്ള വലിയൊരു ചുവടുവെപ്പ് കൂടിയായിരിക്കും അത്. 1964 ഒക്ടോബർ 20 കാലിഫോർണിയയിലെ ഓക്ലൻഡിലായിരുന്നു കമല ഹാരിസിന്റെ ജനനം. പൗരാവകാശ പ്രവർത്തകരായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മുൻ സാമ്പത്തിക ശാസ്ത്രാധ്യാപകൻ ഡൊണാൾഡ് ഹാരിസിന്റെയും ശ്യാമള ഗോപാലിന്റെയും മകളായാണ് കമല ഹാരിസ് ജനിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് പഠനം കഴിഞ്ഞ് ഹേസ്റ്റിംഗ് കോളേജിൽ നിന്നും നിയമബിരുദം നേടി. 1989 ഓക്ലൻഡിൽ ഡിസ്ട്രിക്ട് അറ്റോർണിയായാണ് കരിയർ തുടങ്ങുന്നത്. 2010 കാലിഫോർണിയ അറ്റോർണി ജനറലായപ്പോൾ ആ പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ഏഷ്യൻ വംശജയുമായി. അതിനുശേഷം 2016 US സെനറ്റിലെത്തി. 2014 അറ്റോർണിയായ ഡഗ്ലസ് എം ഹോഫിനെ വിവാഹം ചെയ്തു. കറുത്ത വർഗക്കാരി എന്ന നിലയിൽ അവരനുഭവിക്കുന്ന അവഹേളനങ്ങളെക്കുറിച്ചും അവഗണനകളെക്കുറിച്ചും കൃത്യമായ ബോധ്യങ്ങളുള്ള കമല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വംശീയ വൈവിധ്യങ്ങളുടെ കൂടി മുഖമായി മാറും. ബൈഡന്റെ പ്രായവും ആരോഗ്യനിലയും സ്ഥാനാർത്ഥിത്വത്തിന് വെല്ലുവിളിയാകുമ്പോൾ 59കാരിയായ കമലയ്ക്ക് കുറച്ചുകൂടി ഊർജത്തോടെ രാജ്യത്തെയും പാർട്ടിയെയും പ്രതിനിധാനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സംവാദവേദിയിൽ നിലവിലെ സ്ഥാനാർത്ഥിയായിരുന്ന ബൈഡൻ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റിന്റെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തതെല്ലാം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ആരോഗ്യനില വളരെ മോശമായ ബൈഡന് ട്രംപിനൊപ്പം മുട്ടി നിൽക്കാൻ കഴിയാതായതോടെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. സംവാദവേദികളിലെ പ്രകടനം അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. ആദ്യമൊക്കെ ബൈഡൻ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിന്നെങ്കിലും പിന്നീട് എക്സിലൂടെ തന്റെ പിന്മാറ്റം അറിയിക്കുകയായിരുന്നു. കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇതുവരെ വിയോജിപ്പുകളൊന്നും ഉയർന്നു കണ്ടിട്ടില്ല. എന്തായാലും കമല ഹാരിസ് അടക്കമുള്ള നേതാക്കളാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരിക്കൽ ട്രംപിനെ തോൽപ്പിച്ച ബൈഡന് പഴയ പോരാട്ട വീര്യം നഷ്ടപ്പെട്ടെന്ന് ചിലപ്പോൾ സ്വയം തോന്നിക്കാണും. എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ട്രംപ് കമല ഹാരിസ് ആണ് തന്റെ എതിരാളിയെങ്കിൽ വിജയം കൂടുതൽ എളുപ്പമായിരിക്കുമെന്നാണ് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിന് 4 മാസം മുൻപുണ്ടാകുന്ന സ്ഥാനാർത്ഥിത്വ മാറ്റം ഡെമോക്രാറ്റുകളെ പ്രതിസന്ധിയിലാക്കാനും ഇത് മുതലെടുക്കാൻ ചിലപ്പോൾ ട്രംപിന് കഴിഞ്ഞേക്കാം. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും സ്പീക്കർ നാൻസി പെലോസിയും മുൻപേ തന്നെ ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വിജയത്തിലേക്കുള്ള ബൈഡന്റെ പാത അത്യന്തം ചുരുങ്ങിപ്പോയെന്നാണ് താൻ കരുതുന്നതെന്ന് ഒബാമ പറഞ്ഞതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ബൈഡൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറാത്ത പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് നാൻസി പെലോസി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞുവെന്ന് വാർത്താ ഏജൻസിയായ AP-യും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി കഴിവ് തെളിയിച്ച വ്യക്തിയാണ് കമല ഹാരിസ്.
സഹ ഡെമോക്രാറ്റുകളിൽ നിന്നുമുള്ള പിന്തുണയും കമലയ്ക്കുണ്ട്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും 2016 ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ഹിലരി ക്ലിന്റൺ എന്നിവരും കമലയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമല ഹാരിസിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫണ്ട് എറിയാനും തയ്യാറായി ആളുകളുണ്ട്. 2020 തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദിവസം നടക്കുന്ന ഏറ്റവും വലിയ ഓൺലൈൻ പണസമാഹരണമാണ് കമലയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം നടന്നത്. തീവ്ര ഇടതുപക്ഷം എന്ന നിലയ്ക്കാണ് റിപ്പബ്ലിക്കൻ പാർട്ടി കമലയെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഒരു കറുത്ത വർഗ്ഗക്കാരിയെ പ്രസിഡന്റ് ആക്കാനുള്ള മനോസ്ഥിതിയിലേക്ക് അമേരിക്ക വളർന്നിട്ടുണ്ടോ എന്ന ചോദ്യവും വിവിധ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവാദങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് കമല ഹാരിസ്. ദേശീയ തലത്തിൽ ഗർഭഛിദ്രത്തിനുള്ള അവകാശം വേണമെന്ന് വാദിക്കുന്ന നേതാവാണ് കമല ഹാരിസ്. വിവാദമായ ഡോബ്സ് പേഴ്സൺ ജാക്സൺ വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിധിക്കു പിന്നാലെ ഗർഭഛിദ്രത്തെ അമേരിക്കയുടെ പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റിയത് കമല ഹാരിസ് ആയിരുന്നു. ഇത് സ്ത്രീകളുടെ വലിയ പിന്തുണ കമലയ്ക്ക് നേടിക്കൊടുത്തു. സാൻ ഫ്രാൻസിസ്കോ അറ്റോർണി എന്ന നിലയിൽ കമല പാസാക്കിയ കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിക്കുന്നതിന് രക്ഷിതാക്കൾക്ക് പിഴ നൽകുന്ന നയം വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വളരെ അപക്വം എന്ന നിലയിലായിരുന്നു ഈ തീരുമാനങ്ങൾ വിലയിരുത്തപ്പെട്ടത്. കാലിഫോർണിയ ജയിലുകളിൽ തടവുകാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും പലരുടെയും മോചനം തടയാനും കമല ശ്രമിച്ചിരുന്നു. ഒരേ സമയം പുരോഗമനവാദിയും എന്നാൽ പിന്തിരിപ്പനെന്നും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കമലയ്ക്ക്. എന്തായാലും തീവ്ര ഇടതുപക്ഷം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ത്രീയായ കറുത്ത വർഗ്ഗക്കാരിയായ കമല ഹാരിസിനെ അമേരിക്കൻ ജനത എങ്ങനെ സ്വീകരിക്കുമെന്നത് ലോക രാഷ്ട്രീയഗതിയെ തന്നെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ള ഒരു തീരുമാനമായിരിക്കുമെന്നതിൽ സംശയമില്ല.